ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മലയിലോട്ട് പോവാണ്. ഞാനും അനിയനും അച്ഛനും അമ്മയും വെറുതെ പോവാണ് ഗായ്സ് മലയിലോട്ട്. കുറേ നാളെ അങ്ങോട്ട് പോവാത്ത, അപ്പം അച്ഛനിന്ന് ലീവായതുകൊണ്ട് നമ്മൾ പോവാണ്. മലയുടെ മണ്ടയിൽ മൊത്തം മുള പൂത്ത് നിൽക്കുവാണ്. മുളയരി മൂത്ത് കഴിഞ്ഞിട്ട് താഴോട്ട് വീഴുമ്പോൾ നമ്മൾ പറക്കുകയാണ് ഗൈസ് ചെയ്യുന്നത്. ഇതാണ് ഗൈസ് മുളയരി. മുളയരി കഞ്ഞിയും മുളയരി പായസവും ഉണ്ട്. അതിനകത്ത് എനിക്കിഷ്ടം പായസമാണ്. മുളയരി പായസം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കുടിക്കണം ഗൈസ്. ആണ് ഗൈസ് മുളയരി മുളച്ച് വരുമ്പോൾ ഉള്ളത്. മലയുടെ മണ്ടയിൽ ഒരു തട്ട് സ്ഥലമാണ്. അവിടെ കുഞ്ഞു കുഞ്ഞു പാറകളും ഉണ്ട് ഗൈസ്. കുഞ്ഞു കുഞ്ഞു മരങ്ങളും മുളകളുമായിട്ട് നല്ലൊരു വ്യൂ ആണ് ഗൈസ്. ഇവിടെ വലിയൊരു കുഴിയാണ് ഗൈസ് താഴോട്ട്. മാത്രം തട്ട് സ്ഥലമാണ് ഗൈസ്. ഇവിടെ 2 കൊടംപുളി മരം ഉണ്ട് ഗൈസ്. അതിനകത്ത് ഒന്നേ കാ പിടിച്ചിട്ടുള്ളൂ. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഗൈസ് കൊടംപുളിയുടെ സീസൺ. ഇവിടെ കൊടംപുളി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല ഗൈസ്. ഇവിടെ 2 ബ്ലോക്ക് പ്ലാവ് ഉണ്ട് ഗൈസ്. ഒന്ന് കൂഴച്ചക്കയും ഒന്ന് വരിക്കച്ചക്കയുമാണ്. ഒന്നിൻ്റെ അടി തൊട്ട് മുകളിൽ വരെ പിടിച്ചിട്ടുണ്ട്. ഈ 2 പ്ലാവിൻ്റെ ചക്കയും മൂത്തിട്ടില്ല ഗൈസ്. 2 പ്ലാവിൽ നിറച്ചും ചക്ക പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഈ പറമ്പിൽ മൊത്തം ഫ്രൂട്ട്സ് ആണ് ഗൈസ്. കണ്ടില്ലേ, ഇവിടെ പേരയുണ്ട്. പഴുത്ത പേരയ്ക്കൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു. ഇവിടെ നമ്മൾ തോട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ് ഇത് നിങ്ങൾ കാണുന്നത്. പണ്ട് വെള്ളമില്ലാത്തപ്പോൾ അച്ഛൻ ഇവിടെ വന്നിട്ടാണ് ഓസിൽ വെള്ളം കുത്തുന്നത്. അത് അച്ഛൻ നമ്മളോട് വഴിയേ പറഞ്ഞു പോവാണ്. വെള്ളമില്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴേ ഇവിടെ ഓസ് കുത്തി വിടുന്നുണ്ട് ഗൈസ്. ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റൂല. പാറക്കെട്ടിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളമാണ് ഗൈസ് ഇത്. ഇവിടെ ചെറിയ കല്ലേമുട്ടിയൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ കൈയിട്ട് വെറുതെ കോരിയപ്പോൾ കിട്ടിയ ചെറിയൊരു കൊഞ്ചാണ് ഗൈസ് ഇത്. ചാലിൻ്റെ 2 സൈഡും നിറച്ചും ഓടയാണ് ഗൈസ്. തോട്ടിൽ നിറച്ചും പാറയാണ് ഗൈസ്. അതിനെക്കാട്ടി വലിയ കൂറ്റൻ പാറയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബാഹുബലി സിനിമയ്ക്കകത്ത് ശിവ കയറിയ പോലത്തെ പാറ പോലെ ഉണ്ട് ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ വലിയ പാറയാണ് ഗൈസ് ഇത്. ഞാനൊന്ന് കയറാൻ ശ്രമിച്ചതാണ്, പക്ഷെ അച്ഛൻ കയറാൻ വിട്ടില്ല ഗൈസ്. പാറയുടെ അടിയിൽ നിന്നാണ് ഗൈസ് ഉറവ വരുന്നത്. കണ്ടോ, പാറയുടെ മണ്ടയിലാണ് ഗൈസ് ഈ വലിയ കൂറ്റൻ പാറ ഇരിക്കുന്നത്. ഇത്ര വെള്ളം വന്നിട്ട് ഈ പാറയ്ക്ക് ഇതുവരെ ഒരു കുലുക്കം പോലും വന്നിട്ടില്ല ഗൈസ്. അതിൻ്റെ സൈഡിലായിട്ട് കൊക്കോയും ജാതിക്കയും നിറച്ചും പിടിച്ചിട്ടുണ്ട്. ജാതിക്ക മൂക്കാതെ മഴ കാരണം താഴോട്ട് വീഴുന്നുണ്ട് ഗൈസ്. പാറക്കല്ലും കൊണ്ട് ഇവിടെ കയ്യാല വെട്ടിയിട്ടുണ്ട്. ഇവിടെയും ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളുണ്ട് ഗൈസ്. കൊക്കവും മൂത്തിട്ടില്ല, ചെറിയ കുഞ്ഞുങ്ങളായി നിറച്ചും ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത് ചെമ്പകമാണ്. ചെമ്പകം പൂത്തു നിൽക്കുമായിരുന്നു. ഇവിടെ മുട്ടപ്പഴം മാത്രം പിടിച്ചിട്ടില്ല. ഇത് ഗോമാങ്ങയാണ് ഗായ്സ്. ഇതിനകത്ത് നിറച്ചും ഗോമാങ്ങ പിടിച്ചിട്ടുണ്ട്. കൊല കൊലയായിട്ടാണ് ഗായ്സ് ഗോമാങ്ങ പിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് പറിക്കാൻ പറ്റിയില്ല. മാങ്ങയല്ല ചെഞ്ചമാങ്ങയല്ല എന്ന രീതിയിലാണ് ഗായ്സ്. മലയിൽ നിന്ന് കിട്ടിയതാണ്. കാന്താരിയും മാങ്ങയും മുട്ടച്ചീരയും ആണ് ഗായ്സ് ഇത്. വേപ്പിലയും പേരയ്ക്കയുമാണ് ഗായ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം ടാറ്റാ, ബൈ ബൈ.